നെക്സ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ്. അപ്പം ഞാൻ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ, വൺ പൗഡർ വരെ ഇട്ടിട്ടില്ല. യാ ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഡേ ആട്ടോ. അപ്പം നമുക്ക് ഒന്നിച്ച് പോകാം. എന്തൊക്കെയാണ് നോക്കണമെന്നുള്ളത് പറയാം. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എടുക്കുന്നത് ഒന്നും നടക്കില്ല ഉണ്ടല്ലോ, കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തു ഗൈസ്. എൻഗേജ്മെൻറ്റിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് വെക്കാനുള്ള ബോക്സ് തപ്പിയിട്ടാണ് നമ്മൾ ഫെജിയിലേക്ക് എത്തിയത്. ഇത് ഫെജിയുടെ ഗോഡൗൺ ആയിട്ടുള്ള ഒല്ലൂരിലെ ആ ഒരു വലിയ ഷോപ്പിലാണ് വന്നേക്കണം കേട്ടോ. കുറേ കാലമായിട്ട് ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തതിന് കാരണം ഞാനിപ്പോൾ ഫെജിയിൽ അത്ര ആക്റ്റീവായിട്ട് കയറാറില്ല. എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് പോവാറ്. അപ്പോൾ എന്തായാലും ഇത്തവണ പോയപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി ബോക്സസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ഐറ്റംസും കൊള്ളുന്ന ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടുകൾ ഉണ്ടായിരുന്നു, ചെറിയ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഹോം ഡെക്കോസ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. 600 ക്യൂട്ടല്ലേ. മൊത്തത്തിൽ നല്ല കളക്ഷൻസും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മിനീസ് പോലത്തെ ക്യൂട്ട് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വന്ന കാര്യം നടന്നില്ല. സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് ജ്വല്ലറി ഐറ്റംസൊക്കെയാണ് കേട്ടോ എടുത്തത്. ഒരു ക്ലിപ്പ് എടുത്തു, 2 ഇയർ റിങ്സ് എടുത്തു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ആ സ്പോട്ടിൽ വാങ്ങിയ ഒരു ഇയർ റിങ്സ് ആട്ടോ. എല്ലാവരും സ്റ്റഡ് ഇടുന്ന കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ പൊതുവേ സ്റ്റഡ് യൂസ് ചെയ്യാറില്ല, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ നമ്മളിതാ നമ്മുടെ കനാറി തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യാമെന്നറിയില്ല കേട്ടോ. എന്തായാലും MG റോഡിലുള്ള സെയിം റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. ഇവിടെ നിന്ന് ഇത്തവണ മീൽസാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മീൽസ് എത്തി. അപ്പോൾ അത്യാവശ്യം 2 വാങ്ങിയാൽ 3 ആൾക്ക് കഴിക്കും. ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യം അവിയൽ വന്നു, തോരൻ, കാളൻ. അച്ചാറിന്റെ സ്മയമാണുണ്ട്, പക്ഷെ അച്ചാറില്ലല്ലോ. ഓ നോട്ട് വെജ് മീല. നല്ല അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. പണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മിഥിലയിലത്തെ ഊണാണ് കേട്ടോ. ആ മീൽസ് അടിപൊളി. അതിൻ്റെ കൂടെ ആ ഒരു കട്ട തൈര് കിട്ടും, എന്തൊരു ടേസ്റ്റ് അറിയോ. പിന്നെ അതുപോലെ എനിക്ക് ഭാരതിലെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെയും ആ തൈരുണ്ട് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും. എന്തായാലും ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇവിടെ കുറേ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ. പോക്കറ്റ് ഷവർമ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അടുത്ത പർച്ചേസിന് നമ്മൾ നേരെ വിട്ടത് മാക്സിലേക്ക് കേട്ടോ. മാക്സിൻ്റെ ഷോറൂം റെനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ആ കവർ എടുക്ക്, കവർ മാറ്റാനുള്ള കവർ അത് മറന്നു. ഇവിടെ തന്നെ ശരിക്കും നല്ലോണം ഗ്യാപ്പ് ഉണ്ട്. ഇവരിങ്ങനെ അടുപ്പിച്ചിരുന്ന അറേഞ്ച്മെന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് കിഡ്സിൻ്റെ കളക്ഷൻ അടിപൊളിയുണ്ട് അല്ലേ. അക്കോബയുടെ സൂപ്പർ ഉണ്ട്. എനിക്ക് ഈ പിങ്കും ഇഷ്ടമായി. നീ ഇത് എടുക്കണില്ലെങ്കിൽ അത് ഞാൻ എടുക്കും. യെസ്, വി ആർ ഗോയിങ് ഫോർ അനദർ ലെവൽ ഓഫ് ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഗോയ്സ് എന്ത് റിവ്യൂ ഉണ്ടെന്നോ, നല്ല ക്യാമറ അതാ പറയും. അങ്ങനെ നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെ നോക്കുമ്പോൾ അതാ പരിചയമുള്ളൊരു മുഖം ചേട്ടനാണ്. ചേട്ടൻ ഫോട്ടോഗ്രാഫറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയത് പുത്തമ്പള്ളിയിലുള്ളൊരു ഷോപ്പിലാണ്. ഒരു ഷോപ്പിലല്ല, ഒരു 100 ഷോപ്പിൽ കയറിയിട്ടുണ്ടാവും. എല്ലായിടത്തും ചെരുപ്പ് നോക്കലായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. പക്ഷെ നമുക്കങ്ങനെ വിചാരിച്ച പോലെ കിട്ടിയില്ല. പിന്നെ മോളുടെ ബർത്ത്ഡേ ആയിട്ട് ഫെജിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ഡേ അല്ല, എൻഗേജ്മെൻറ്റ് തലേ ദിവസം 24th. അപ്പോൾ 24th ഡേറ്റ് ഓഫ് ബർത്ത് അല്ല കേട്ടോ, നാളാണ്. നമ്മൾ വിചാരിച്ചു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കുറച്ച് ഇവിടെ നിന്ന് വാങ്ങാമെന്ന്. ഞാൻ ഓൺലൈനിൽ ആക്ച്വലി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നോക്കിയ സെയിം സാധനം തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫെജിയിലും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അടുത്ത ചെരുപ്പ് കടയിലേക്ക് പോയി. നമ്മൾ ഉദ്ദേശിച്ച കൈൻഡ് ഓഫ് ചെരുപ്പുകൾ അവിടെ നിന്ന് കിട്ടിയില്ല, അതും സെറ്റായില്ല. അപ്പം അങ്ങനെ ഇതിങ്ങനെ സെർച്ചിങ് ആണ്. പെട്ടെന്നൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ സിങ്ക് ആവില്ല. സെറ്റായി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മോഡല്, കളറ്, ഹീൽസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് സെറ്റായി വരാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലങ്ങളിലെത്തി. സോഡ മൂരുമ്പെള്ള ആയാലോ ആണോ? ഒന്ന് ഇവിടെ നിന്നാവാം. മൂരുമ്പെള്ളം സോഡ. ആണോ? എന്നാ നോക്കട്ടെ.
നടക്കുന്നതിൻ്റെ ഇടയിൽ പുത്തമ്പള്ളിയുടെ ആ വഴിയോട് ചേർന്നിട്ട് ഈ ചേട്ടൻ്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ നിർത്തിയപ്പോൾ ഇവർ ഓൾറെഡി ഫ്രണ്ടിലേക്ക് നടന്നു പോയി. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയാണ്. ഒരു സോഡ നാരങ്ങ വെള്ളം മോരും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലാണ് അത്. കുടിച്ചോ ആരാ ആദ്യം? പൊളിയാ ൂടാവല്ലേ ഒന്നുകൂടാവല്ലേ അച്ചുവാ? ആദ്യം നമ്മൾ ഒരെണ്ണം പറഞ്ഞുള്ളൂ. ഒന്നാമത് വലിയ ഗ്ലാസ് കൂടെ കണ്ടപ്പോൾ നമുക്ക് ഒന്നുകൂടെ പേടി ഇത് ബാക്കിയാവും എന്നുള്ളത്. പക്ഷേ നല്ല ദാഹമുള്ള സമയത്ത് നട്ടുച്ച വെയിലത്തേക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ ഈ യമണ്ടൻ ഗ്ലാസ് ഒരാൾക്ക് സിമ്പിളായിട്ട് കുടിക്കാം. അതെല്ലാവരും നോർമൽ പോവുകയാണെങ്കിൽ രണ്ടാൾക്ക് ഷെയർ ചെയ്ത് കുടിക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഒരു വൈബ് സാധനം തന്നെ പറയാം. പോവാം ഇനി അവൾക്ക് ചെരുപ്പ് നോക്കാൻ. അതെ 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 ഒരു സ്ഥലത്ത് കിടന്നു അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകും. എനിക്ക് എന്നെ മിക്സ് ആയത് ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ട്? ഇത് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഇതന്നെ എട്ടോക്കെ കുറച്ചെടുക്കും പോകും. ഇതിപ്പോഴത്തെ ഏറെക്കുറെ ബെറ്റർ. അത് ഉരിക്കോ? വേണ്ട, അങ്ങനെ ഉരിക്കോ? ഓ ഇവിടെ പാട്ടുണ്ട്. ഇവിടുത്തെ ഷോപ്പിംഗ് യെസ്, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞുകൊണ്ട് പോവുകയാണ് ഗൈസ്. നമുക്കിവിടെ എന്താ ഉള്ളത് നോക്കാം അല്ലേ? ഇതൊരു പീസ് പാനിപ്പൂരി അല്ല, പാവ് ഭാജി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താ വേണ്ടേ? ഇതും പുത്തമ്പള്ളിയുടെ അടുത്തുള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പാനിപൂരി അടിപൊളിയാണ്. പാവ് ഭാജി ഒരു ഓക്കെ ആ ഒരു ലെവലാണ് എനിക്ക് തോന്നിയത്. അവളതേ മൂപ്പർക്ക് കണ്ണട അടിക്കുമ്പോണ്ട് പാർക്ക് ചെയ്യാൻ പോയ 1 ലിറ്റർ പെട്രോൾ ഇപ്പൊ പോകുന്നു. എന്തോരം മുകളിലാ മോനെ. സ്ലോട്ടല്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഓ അവൻ കയറി അടുത്ത് വരലും പിന്നെ നൈറ്റ് നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്ക് കേട്ടോ. അവിടെ മയ്യോപ്പിയുടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പെർഫ്യൂം വാങ്ങണമായിരുന്നു ഗിഫ്റ്റ് ബോക്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. മയ്യോപ്പിയുടെ പെർഫ്യൂം നമ്മൾ പണ്ട് ശോഭയിൽ നിന്നും അതുപോലെ നെസ്റ്റോ വയനാട് നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്മെല്ലും അവരുടെ ആ ഒരു ഇതും ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡിലേക്ക് എടുത്തത്. കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ആ ഒരു ഫ്രേഗ്രൻസ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് എടുത്തു. അതെന്തായാലും അവന് ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. പിന്നെ നമ്മൾ നേരെ പോയത് ആഗ്നയിലാണ് കേട്ടോ. അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പോയതാ, നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം എക്സ്പെൻസീവ് ആണെങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ഫുഡ് കോർട്ടിലൊന്നും കയറാണ്ട് പോണത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് കയറി. പക്ഷെ നമ്മൾ ഫലൂഡ അങ്ങനത്തെ ഐറ്റംസ് ട്രൈ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഒരു 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേക്സ് നമ്മൾ ഓർഡർ ചെയ്തു. എന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷേക്കൊക്കെ കുടിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പെണ്ണ് വന്നിട്ടുണ്ട്. 3 ഷേക്ക് ഒരു ലൈം ജ്യൂസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക്. കൂടുതൽ ഷോപ്പിംഗ് വ്ലോഗുമായിട്ട് നാളെ